ഒന്ന്, ഇവർക്ക് സയന്റിസ്റ്റ് ആകാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും അവരുടെ ലക്ഷ്യങ്ങളെപ്പറ്റി, അതായത് ഭാവിയിൽ എന്താകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളും പറയും. ചിലർ ഡോക്ടർമാരാകണം, ചിലർ എഞ്ചിനീയർമാരാകണം, ചിലർ സയന്റിസ്റ്റുകളാകണം, പല അഭിപ്രായങ്ങളും പറയും. ഈ അഭിപ്രായങ്ങൾ ചിലത് അവരുടെ തന്നെ മനസ്സിൽ സ്വാഭാവികമായി തോന്നുന്നതായിരിക്കും. എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ആകാൻ സാധിക്കും, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതായിരിക്കും. മറ്റു ചിലത് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു ചില അട്രാക്ഷൻസ് മൂലമോ ഒക്കെ ആയിരിക്കാം അവർ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി നാം പരിശോധിക്കേണ്ടത് അവർക്ക് സയന്റിസ്റ്റ് ആകാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇൻബോണായി ജന്മസിദ്ധമായി തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏറ്റവും നല്ലൊരു സയന്റിസ്റ്റായി മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശ്രമിച്ചാൽ തന്നെയും വേണമെങ്കിൽ സയന്റിസ്റ്റ് ആകാം, പക്ഷേ അതൊരു ആവറേജോ ഒക്കെയായി മാറിയെന്ന് വരും. അപ്പോൾ എക്സലന്റ് ആയ ഒരു സയന്റിസ്റ്റ് ആകണമെങ്കിൽ തീർച്ചയായും അതിന് ഒരു ആപ്റ്റിറ്റ്യൂഡ് ആവശ്യമാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടിപ്സ് ആവശ്യമാണെങ്കിൽ, കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ, ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാനുള്ള ടൂളുകൾ അല്ലെങ്കിൽ അസസ്മെന്റ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും ചാനലിൽ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് സയന്റിസ്റ്റ് ആകാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ഹൈസ്കൂളിലെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ എങ്ങനെ ഒരുങ്ങണം?